അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാര വിതരണവും അനുസ്മരണവും 26-ന് കാടാമ്പുഴയിൽ വെച്ച് നടക്കും. ആസിം വെളിമണ്ണയ്ക്കാണ് പുരസ്കാരം സമ്മാനിക്കുക. 26-ന് 3 മണിക്ക് കാടാമ്പുഴ 2 സ്റ്റാർ ടർഫ് കോർട്ടിൽ വെച്ചാണ് പരിപാടി. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ആസിം വെളിമണ്ണയ്ക്ക് പുരസ്കാരം നൽകും. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ചടങ്ങിൽ മുഖ്യാതിഥിയാകും. അബുദാബി KMCC സംസ്ഥാന അധ്യക്ഷൻ ഷുക്കൂർ അലി കല്ലുങ്കൽ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് P ജാബിർ എന്നിവർ സംസാരിക്കും. വിവിധ മേഖലയിലുള്ളവരും ഭാഗമാവും. വിഭിന്നശേഷി സംഗമവും ഒരുക്കും. വെല്ലുവിളികളെ അതിജീവിച്ച് വിദ്യാഭ്യാസം നേടുകയും ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗിലൂടെ വലിയ ഇടപെടലുകൾ നടത്തിയ അബ്ബാസ് അലിയുടെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ചതാണ് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ. തൻ്റെ ശാരീരികമായ പരിമിതികളെ മറികടന്ന് വിവിധ മേഖലയിൽ വിജയം നേടുകയും സാമൂഹ്യ ഇടപെടലിലൂടെ ശ്രദ്ധേയനാവുകയും ചെയ്ത വ്യക്തിയാണ് ആസിം വെളിമണ്ണ. ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. 26-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി ശ്രീ മുനവർ അലി ശിഹാബ് തങ്ങൾ ആസിം വെളിമണ്ണയ്ക്ക് പുരസ്കാരം സമർപ്പിക്കുന്നു. 11,001 രൂപയും ഫലകവുമാണ് പുരസ്കാരമായിട്ട് മറ്റു കാര്യങ്ങൾ അബുദാബി KMCCയുടെ പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്കൽ, ചൈൽഡ് വെൽഫെയർ മെമ്പർ അഡ്വക്കേറ്റ് ജാബിർ, അതുപോലെ തന്നെ മറാഖയിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭിന്നശേഷി സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട്. അബ്ബാസ് അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് വിദ്യാഭ്യാസം നേടുകയും ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ DAPLന്റെ കൊട്ടിക നിയോജകമെന്ന ഭാഗമായി കൊണ്ടുവന്ന് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നമ്മളിങ്ങനൊരു പരിപാടി നടത്തുന്ന രണ്ടാമത്തെ പുരസ്കാര ചടങ്ങാണ് കുറച്ച് നടക്കുന്നത്. ഭിന്നശേഷിക്കാരനായിട്ടുള്ള അബ്ബാസ് അലിയുടെ പേരിൽ അവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ചതാണ് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ. അബ്ബാസ് അലി വളരെ പരിമിതമായ കാലയളവിനുള്ളിൽ അവരുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് ഭിന്നശേഷിക്കാരായ ആളുകൾക്കും അല്ലാത്തവർക്കും വലിയൊരു പ്രചോദനം നൽകിക്കൊണ്ടാണ് അബ്ബാസ് അലിയുടെ അത് ഒട്ടിൽ തളച്ചിടപ്പെട്ട ജീവിതത്തിനിടയിലും നടത്തിയത്. വിദ്യാഭ്യാസ രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, പൊതു ഇടപെടലുകളിലും അബ്ബാസ് അലി ഒരു വീൽചെയർ ഉപയോഗിച്ച് പോലും പുറത്തു പോകാൻ കഴിയാത്ത ശാരീരിക പരിമിതികൾ ഉണ്ടായിരുന്നു അബ്ബാസ് അലി. ആ അബ്ബാസ് അലിയുടെ സ്മരണ നിലനിർത്തി അവൻ കൈമാറിത്തന്ന പ്രചോദനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം DAPL എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ അവരെ പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ബഷീർ മമ്പുറത്തിനാണ് പ്രഥമ പുരസ്കാരം നൽകിയത്. ഭിന്നശേഷിക്കാരായ ഒരുപാടേറെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങാണ് നടത്തിയത്. ഫൗണ്ടേഷൻ ചെയർമാൻ PV നാസിബുദ്ദീൻ, കൺവീനർ മൊയ്തീൻ ഷാ കുട്ടിപ്പ, ഭാരവാഹികളായ AP ജാഫർ അലി, ജുനൈദ് പാമ്പലത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.